ഒരു സുഹൃത്ത് തട്ടിയെടുത്ത ഒരു കാറിന് വേണ്ടി 1.5 കൊല്ലമായി അലയുകയാണ് മലപ്പുറം കൊണ്ടോട്ടിയിലെ മുഹമ്മദ് അനസ്. റിട്ടയർഡ് ഡിവൈഎസ്പിയും കോൺഗ്രസ് പള്ളിക്കൽ മണ്ഡലം പ്രസിഡന്റുമായ AM ഫാരിയുടെ കയ്യിലാണ് ഈ കാർ ഇപ്പോൾ ഉള്ളത്. എന്നാൽ കാർ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല എന്ന വിചിത്ര വാദവുമായിട്ടാണ് പോലീസ് നടക്കുന്നത്. ഞാനാണ് ഒരു പരാതിക്കാരനായിട്ട് ചെല്ലുന്നത്. പക്ഷേ എനിക്ക് അവിടെ നിന്നുണ്ടായ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, എനിക്കെതിരെ ആരോ പരാതി കൊടുത്ത് എന്നെ SI പ്രതി പോലെയാണ് എന്ത് ചെയ്ത് എന്നെ അയാൾ കണ്ടിട്ടില്ലേ. അയാൾ എന്നെ പിടിച്ച് ഭിത്തിയിൽ ചുമരിലേക്ക് ആക്കിയിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ വണ്ടി കണ്ടുപിടിച്ച് എൻ്റെ ഗുണ്ടൊന്നുമല്ല, വണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് കേൾക്കണം. FIR ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടുകാരോട് പറഞ്ഞ് അതിനെ പ്രതിയാക്കാൻ വലിയ പണിയൊന്നുമില്ല എനിക്ക്. ആ രൂപത്തിലാണ് ഞങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുള്ളത്. ഉപ്പാനെ എല്ലാവരും നല്ല ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. 3 ദിവസം കൊണ്ട് വണ്ടി എത്തിച്ചേരാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, DGPക്ക് കൊടുത്തിട്ടുണ്ട്, പാലക്കാട് SPക്ക് കൊടുത്തിട്ടുണ്ട്, മണ്ണാർക്കാട് DYSP. എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ ഓൺലൈനായിട്ട് പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പരാതി കൊടുക്കുന്ന സമയത്ത് അത് ആക്ഷൻ എടുക്കുന്ന രൂപത്തിലാവും, പിന്നെ അത് ക്ലോസ് ആവും. പക്ഷേ അതിൻ്റെ ഒരു അപ്ഡേഷൻ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് പറ്റുന്ന എല്ലാവർക്കും ഞാൻ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്ത് പറഞ്ഞാലും ഞാൻ ആർക്ക് പരാതി കൊടുത്താലും ആ കോങ്ങാട് സ്റ്റേഷനിലേക്കാണ് ഏറ്റവും ഫൈനലായിട്ട് വരുന്നത്. അവരുടെ അടുത്ത് നിന്നുള്ള റെസ്പോൺസ് ഇതാണ്. കാരണം എവിടെ പരാതി കൊടുത്താലും എൻ്റെ അടുത്ത് ഈ വിവരണാശത്തിൻ്റെ കാര്യം കൊടുത്തിട്ട് ഒരു വട്ടം സ്റ്റേഷനിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ പരാതിയും കാര്യങ്ങളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കിട്ടാൻ കുറച്ച് വൈകുമെന്നാണ്. എന്താണെന്ന് വെച്ചാൽ അവരെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ വണ്ടി കിട്ടൂല കേട്ടോ എന്ന്. മലപ്പുറത്ത് നിന്ന് ബിപിൻ C വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. ബിപിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് പോലീസ് തത്തി കളിക്കുന്നത്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഒരു കാറ് 1.5 വർഷമായിട്ട് കാണാതില്ല. അത് എവിടെയാണെന്ന് പോലീസിന് അറിയാം, ഏത് ജില്ലയിലാണെന്നറിയാം, ആരുടെ കയ്യിലാണ് എന്നുള്ളതും അറിയാം. പക്ഷേ ഇപ്പോഴും അത് കണ്ടെത്തി കൊടുക്കുന്നില്ല. ഈ രീതിയിലാണ് അതിൻ്റെ ഒളിച്ചുകളിയുള്ളത്. ഇതിൻ്റെ ഒരു ചുരുക്കം പറയാം. അതായത് മുഹമ്മദ് അനസ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തുന്നു. ഒരു സുഹൃത്ത്, അതായത് അശ്വിൻ എന്നുള്ളൊരു സുഹൃത്ത് കേരളശ്ശേരിയിൽ ഒരു മന വാങ്ങിയിട്ടുണ്ട്. അവിടുത്തെ അറ്റകുറ്റപ്പണികൾക്ക് സഹായത്തിനൊക്കെയായി ഈ അനസിനെ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനസ് അവിടെ ജോലിക്കായിട്ട് പോവുകയാണ്. അങ്ങനെ പോയ സമയത്ത് ഒരു കാറ് സഹായത്തിനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അനസ് തന്നെ സ്വന്തം കാറ് ഒരു സഹായത്തിന് വേണ്ടി കൊടുത്തതാണ്, 2 ദിവസത്തെ സഹായത്തിന് കൊടുത്തതാണ്. പക്ഷേ പിന്നീട്, അതായത് 2023 മാർച്ചിന് ശേഷം പിന്നെ ആ കാർ കണ്ടിട്ടില്ല. ഇത് 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ഈ അശ്വനും സുഹൃത്തുക്കളും ചേർന്ന് മനയിൽ വെച്ച് മർദ്ദിച്ച് അവശനാക്കി എന്നുള്ളതാണ് ഒരു പരാതി. അതിനുശേഷം ഇതുവരെ കാർ കണ്ടെത്തിയിട്ടില്ല. അന്ന് മുതൽ കോങ്ങാട് പോലീസിൽ കയറി ഇറങ്ങുകയാണ്. കോങ്ങാട് SI മണികണ്ഠനായിരുന്നു അന്ന്. ആ മണികണ്ഠൻ SIയിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവമാണ് ഇപ്പോൾ നമ്മുടെ അനസ് വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഇതിനുശേഷം ഇത് പല കൈ മറിഞ്ഞ്, അതായത് ഒരു ഫാസിൽ എന്നുള്ള ആളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ അത് റിട്ടയർഡ് DYSP ആയിട്ടുള്ള AM ഫാരിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് പോലീസ് തന്നെ വിവരാവകാശ നിയമപ്രകാരം നൽകിയിട്ടുള്ള മറുപടിയിൽ പറയുന്നത്. അത് തിരുവനന്തപുരത്താണ് എന്നും അദ്ദേഹം പ്രാദേശിക കോൺഗ്രസിൻ്റെ നേതാവാണ് ഇപ്പോൾ അവിടുത്തെ. പക്ഷേ ആ കാർ ഇതുവരെ കണ്ടെത്തി കൊടുത്തിട്ടുമില്ല. ഇത് ചോദിക്കുമ്പോൾ പല ഭാഗത്തുനിന്ന് ചോദിക്കുമ്പോഴും കോങ്ങാട് പോലീസിന് കൃത്യമായൊരു മറുപടിയില്ല. ഇതിൽ പ്രധാന പ്രതികളായിട്ടുള്ള അശ്വിൻ, ഫാസിൽ എന്നിവരെ ഇപ്പോഴും പിടികൂടിയിട്ടില്ല. 2 പേരും വിദേശത്തെന്നാണ് പോലീസ് പറയുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആകെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നീട് ചോദിക്കുമ്പോഴൊന്നും ഒരു വ്യക്തമായ മറുപടിയുമില്ല. ഈ അനസിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ RC ഉള്ളത്. ഈ കാർ പല പല ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഇത് കണ്ടെത്തി കൊടുക്കാനോ ഇതിലൊരു ശാശ്വതമായിട്ടുള്ളൊരു നടപടി എടുക്കാനോ പോലീസ് കഴിയുന്നില്ല. ഇത്തരത്തിലൊരു ഒളിച്ചു കളിയാണ്. ഒപ്പം തന്നെ ഈ പോലീസിൻ്റെ ഭാഗത്ത് ഇത്ര ക്രൂരമായിട്ടുള്ള പല പെരുമാറ്റവും ഉണ്ടായി. അച്ഛൻ്റെ മുന്നിൽ നിന്നടക്കം അടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാനസിക നില തെറ്റുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ തെറ്റിയതിന് ശേഷം ചികിത്സ തന്നെ വേണ്ടി വന്നു എന്നുള്ളതും അനസ് വേദനയോടെ പറയുകയാണ്. SKN. ഓക്കെ, താങ്ക് യു ബിപിൻ C വിജയൻ.